എവിടക്കടാ പോണ്? ചൂണ്ടലിടാൻ പോവാ. നല്ല നോക്കി പിടിച്ചോണ്ടി. അതെങ്ങനെ നല്ലതും ആകാത്തും നോക്കി പിടിച്ചാ? കൊക്കമ്മ കൊത്തണേ അല്ല നമുക്ക് വലിച്ചേറ്റാൻ പറ്റുള്ളൂ. അതിനെൻ്റെ കൊക്കമ്മ കൊത്തിയിട്ട് വേണ്ടേ മീന്? നമ്മളെ കരുനാക്ക് പോലെ ആവും ചേച്ചു. എടാ മോനെ, ബാപ്പാക്ക് പ്രായമായി. ബാപ്പാൻ്റെ ഒരു വസിയത്തുണ്ട്, അതിജ് കേൾക്കണം. എന്താണ് ബാപ്പ? എന്തുണ്ടെങ്കിൽ ഈ മോനോട് പറഞ്ഞോളി, മോൻ അതനുസരിക്കും. ഞാൻ കൂട്ടൻ്റെ പീടിയിൽ നിന്ന് നെജപ്പൻ ചായം കുടിച്ച കായ് അവിടെ കൊടുക്കാണ്ട് 750 ഉറുപ്പ്യുണ്ട്. അത് ബാപ്പാൻ്റെ കുട്ടി അവിടെ കൊടുക്കണം. അത് ഞാൻ കൊടുത്തോളാം ബാപ്പ. സുലൈമാൻ്റെ ഹോട്ടലിൽ ഇറച്ചും പോരാട്ടി തിന്ന അവിടെ കൊടുക്കാണ്ട് 1500 ഉറുപ്പ്യ. അതും ഒന്നവിടെ കൊടുക്കണം. അതും ഞാൻ കൊടുത്തോളാം ബാപ്പ. പോയാപ്പിൻ്റെ ബേക്കറിയിൽ നിന്ന് ഷവർമ തിന്നതുണ്ട് ഒരു 2000, അതും ഒന്നിച്ചവിടെ കൊടുക്കണം. അതും ഞാൻ കൊടുത്തോളാം ബാപ്പ. എനിക്ക് 6 പെങ്ങന്മാരുള്ളത്. ഓലെ കെട്ടിച്ച ഭാഗ്യയിൽ കുറച്ചും കൂടി പണ്ടം കൊടുക്കാണ്ട് അത് ബാപ്പാൻ്റെ കുട്ടി അവിടെ കൊടുക്കണത്. ബാപ്പ ഇങ്ങനെ ഒരു വസിയത്ത് പറയാൻ കാരണം എനിക്ക് മനസ്സിലായില്ല. ബാപ്പാക്ക് ഒരു തോന്നൽ അധികം കാലം ജീവിക്കൂല. അത് ബാപ്പ തീരുമാനിച്ചാൽ അങ്ങനെ, അത് പഠിച്ചോൻ തീരുമാനിക്കണം. ബാപ്പ നിങ്ങൾ വസിയത്ത് പറഞ്ഞു, കൂടുതൽ കടാണ്, അത് എന്നെ കൊണ്ട് വീട്ടാൻ കഴിയൂല. ബാപ്പാക്ക് പലതും തോന്നാണ് മോനെ. അത് കടം പേർത്തും ആലോചിക്കേണ്ടിന്ന്. അന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ എനിക്ക് കവറി കിടക്കാൻ സുഖം ഉണ്ടാവില്ല മോനെ. അതൊക്കെ ശരിയാണ്. മോന്റെ കയ്യിൽ അത് വേണ്ടേ? ഊരിപ്പണി എടുത്തിട്ട് വേണ്ടേ? ബാപ്പാന്റെ കടം വീട്ടല് മക്കള് തന്നെയാണ്. നിങ്ങൾ അള്ളഹാനോട് ദ്വാരുന്നാളി ആയുസ് നീട്ടിക്കെട്ടാൻ, കടം വീട്ടിട്ട് മരിക്കാം. ഞാനിപ്പോ ഇനി എന്താ ചെയ്യ? ബാപ്പ മരിച്ച ഉസ്താദിനോട് ഞാൻ പറയും, ബാപ്പ കൊടുക്കാനുള്ള പൈസ ഒക്കെ ഞാൻ കൊടുക്കാം, ദുനിയാവെന്ന് ഞങ്ങളാണ്ട് രക്ഷപ്പെടുത്തും. അപ്പോൾ കവറിൽ നിന്നും അവിടുന്ന് അങ്ങോട്ടും എനിക്ക് രക്ഷപ്പെടണ്ടേ? ഞാൻ കടം വീട്ടാത്തോടത്തോളം കാലം നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവില്ല ബാപ്പ. ഞാൻ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ പറയും നാളെ തരാം, മറ്റന്നാൾ തരാം, ഇങ്ങനെയൊക്കെ ഞാൻ പറയുള്ളൂ. ഞാൻ എവിടുന്ന് എടുത്ത് കടം വീട്ടാനാ ബാപ്പ? പട്ടിണി കിടന്നാലും ഒരു കടക്കാരനായി മരിക്കാതിരിക്കട്ടെ അള്ളാ. എടാ മോനെ, ബാപ്പാക്ക് പ്രായമായി. ബാപ്പാൻ്റെ ഒരു വസിയത്തുണ്ട്, അതിജ് കേൾക്കണം.